ഇവിടെ 4 ദിവസമായി വട്ടിയൂർക്കാവ് മേഖലകളിൽ വെള്ളം കിട്ടാത്തൊരവസ്ഥയിലാണ്. ഞാനിപ്പോഴുള്ളത് വട്ടിയൂർക്കാവ് നെട്ടയം വാർഡിലാണുള്ളത്. ഇവിടെ ഇപ്പോൾ 7ഓളം പേരാണ് ഈ വീട്ടിലിപ്പോൾ താമസിക്കുന്നത്. ഇവിടെ 4 ദിവസമായി വെള്ളം കിട്ടുന്നില്ല. ഇവിടെ കുട്ടികളടക്കമുള്ളവരുണ്ട്. ഇവർക്ക് സ്കൂളിൽ പോകാനുള്ള ബുദ്ധിമുട്ടുണ്ട്. ഇവരുടെ തൊഴിൽ പോലും ഇവർക്ക് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളൊരു അവസ്ഥയാണ് ഇവരിപ്പോൾ പങ്കുവെക്കുന്നത്. ഈ മേഖലയിൽ ഇപ്പോൾ ആകെയുള്ളത് ഒരു വീട്ടിൽ മാത്രമാണ് കിണറുള്ളത്. ആ വീട്ടിലെ ഒരു കിണറിനെ മാത്രം ആശ്രയിച്ചാണ് ഈ ഏരിയയിലുള്ള ആൾക്കാർ മൊത്തം താമസിക്കുന്നത്. നമുക്കിപ്പോൾ നോക്കിയാൽ ഈ ഒരു ദൃശ്യങ്ങളിലേക്ക് നോക്കിയാൽ കാണാം, ഈ വീടിൻ്റെ തൊട്ടപ്പുറത്തെ വീട്ടിലാണ് ഈ കിണറുള്ളത്. ഈ ആകെയുള്ള ഈ ഏരിയയിലെ ഈ കിണറിൽ നിന്നാണ് ഈ തൊട്ടടുത്തുള്ള ആൾക്കാരെല്ലാം ഇപ്പോൾ വെള്ളത്തെ ആശ്രയിച്ച് ജീവിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ഞാൻ നിൽക്കുന്ന ഈ വീട്ടിൽ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഇപ്പോൾ ഒരു മതിലുണ്ട്. ഈ മതിലിൽ നിന്നും അവിടെ നിന്ന് ഒരാൾ നിന്ന് വെള്ളം കോരി ഈ ബക്കറ്റിൽ അവിടെ നിന്ന് ഒഴിച്ച് ഇപ്പുറത്താണ് ഇവരെടുക്കുന്നത്. ഇത്തരത്തിൽ വലിയൊരു ബുദ്ധിമുട്ട് ഇവരിപ്പോൾ നേരിടുന്നുണ്ടെന്നുള്ളതാണ് പ്രധാനമായും പങ്കുവെക്കുന്നത്. പ്രധാനമായും ഇവരിപ്പോൾ ഒരു മത്സ്യത്തൊഴിലാളികൾ കൂടിയാണ്. ഇവർ മത്സ്യം വിറ്റ് ഉപജീവനം ജീവിക്കുന്നവരാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വെള്ളം തീർച്ചയായിട്ടും അവർക്ക് വേണം. പക്ഷേ ഈ ഒരു ജലപ്രതിസന്ധി വന്നതുകൊണ്ട് തന്നെ ഇവർക്കിപ്പോൾ തൊഴിലെടുക്കാനും പറ്റാത്തൊരവസ്ഥയുണ്ട്. നമുക്ക് എന്തായാലും ഇവരുടെ ഒരു പ്രതികരണത്തിലേക്ക് പോയി നോക്കാം. ചേട്ടാ, എത്ര ദിവസമായി വെള്ളം കിട്ടാതെ? 4 ദിവസമായി. 4 ദിവസം കൊണ്ട് വെള്ളമില്ല. നമ്മൾ കുപ്പിവെള്ളം വാങ്ങിച്ചാണ് കഞ്ഞി കഴിക്കുന്നത്. പിന്നെ റേഷൻ കടയിൽ നിന്നാണ് കുപ്പിവെള്ളം വാങ്ങിക്കുന്നത്. അവിടെ വില കുറവുള്ളതിനുണ്ട് അവിടെ നിന്നാണ് വാങ്ങുന്നത്. കുട്ടികളൊക്കെ സ്കൂളിൽ പോകുന്നുണ്ടോ? സ്കൂളിൽ ഇപ്പോൾ അവർ പോകുന്നില്ല. കുളിക്കാനൊന്നും വൃത്തിയില്ലാത്തതുകൊണ്ട് സ്കൂളിൽ വൃത്തിയായിട്ടൊക്കെയല്ലേ പോകുള്ളൂ, അതിനുകൊണ്ട് പോകുന്നില്ല. കുടുംബത്തിലിപ്പോൾ എത്ര പേരുള്ള ഇവിടെ? നമ്മളിവിടെ 7 പേരുണ്ട്. ചേട്ടനിപ്പോൾ ഏത് വാർഡിലുള്ള? ഞാൻ തുരുത്തുമൂല വാർഡിലാണ് താമസിക്കുന്നത്. ഈ തൊട്ടപ്പുറത്തെ വീട്ടിൽ. വീട്ടിൽ എത്ര പേരുണ്ട്? 9 പേരുണ്ട്. വീട്ടിൽ 9 പേരുണ്ട്. എത്ര ദിവസമായി അവിടെയും വെള്ളം? അവിടെ 4 ദിവസം കൂടുതലായി വെള്ളം വന്നിട്ട്. ഈ 4 ദിവസമായി. വയസ്സായ ആൾക്കാരും പിള്ളേരൊക്കെ ഉള്ളത്. എങ്ങനെയുണ്ട്? ജലപ്രതിസന്ധി വന്നപ്പോൾ ആരെങ്കിലും സമീപിച്ചിരുന്നോ? കൗൺസിലർ ആരെങ്കിലും വന്നിരുന്നോ? ആരും ഇവിടെ വന്നിട്ടില്ല. നമുക്ക് കുഞ്ഞുങ്ങൾക്ക് പോലും ഒരാവശ്യത്തിന് നമുക്ക് വെള്ളം എടുക്കാനുള്ള നിവർത്തിയില്ല. ചുമട്ട് വെള്ളം എടുത്ത് നമ്മൾ എത്രയും പറഞ്ഞ് ഈ 4 ദിവസം കൊണ്ട് ഒരുപാട് ചുമട്ട് വെള്ളം എടുത്താണ് നമ്മൾ കുഞ്ഞുങ്ങൾക്ക് വരെ ഓരോന്നും ഉപയോഗിക്കുന്നത്. കുടിക്കാൻ പോലും വെള്ളമില്ലാതെ നമ്മൾ കുപ്പി വെള്ളം എടുത്താണ് വെള്ളം എടുത്ത് ഇങ്ങനെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. കഞ്ഞി വെക്കാൻ പോലും ഇല്ല. കുഞ്ഞുങ്ങൾക്ക് നമ്മൾ പട്ടിണി എടുത്താലും കുഞ്ഞുങ്ങൾക്ക് നമ്മൾ പട്ടിണി എടുത്താൻ പറ്റില്ലല്ലോ. അവർക്ക് ഇതിൽ നിന്നാണ് വെള്ളം എടുത്ത് നമ്മൾ കഞ്ഞി വെച്ച് കൊടുക്കുന്നത്. ആരും ഇതുവരെ വന്ന് അന്വേഷിച്ചിട്ടില്ല. നിങ്ങൾ എങ്ങനെ വെള്ളം കുടിച്ച് കിടക്കുന്നതെന്നൊന്നും ഒന്നും ഇതുവരെയും കൗൺസിലറോ വാർഡ് മെമ്പറോ ആരും വന്നതുവരെയും ചോദിച്ചിട്ടില്ല. ഞങ്ങളെ ബുദ്ധിമുട്ടൊന്നും അവർക്ക് മനസ്സിലാക്കേണ്ട ആവശ്യമില്ല. അവർ ഇലക്ഷൻ വരും വോട്ട് ചോദിക്കും, നമ്മൾ വോട്ട് കൊടുക്കും. അവർ അല്ലെങ്കിൽ വന്ന് ചോദിക്കുക, നിങ്ങൾ കുഞ്ഞുങ്ങളും കുടുംബമായിട്ട് ജീവിക്കുന്നതാണ്, നിങ്ങൾ എങ്ങനെ വെള്ളം ഉപയോഗിക്കുന്നുണ്ടോ? റോഡ് സൈഡിലെല്ലാം വെള്ളം കൊണ്ട് കൊടുക്കുന്നുണ്ട്, ഞങ്ങൾക്ക് ഇങ്ങോട്ട് വെള്ളം കൊണ്ട് തരുന്നില്ല. അപ്പോൾ ഞങ്ങൾ മനുഷ്യരല്ലേ, ഞങ്ങൾക്ക് ജീവിക്കണ്ടേ ഇവിടെ? വെള്ളം വാങ്ങി എത്രയെന്നും പറഞ്ഞ് വെള്ളം വാങ്ങി പൊടി കുഞ്ഞുങ്ങളെ 1-നും 2-നും പോകാൻ വെള്ളം ഒരുപാട് ആവശ്യമുള്ള സമയമാണ്. അപ്പോൾ അവർക്ക് സ്കൂളിൽ പോകണം, അവരെ ഒരുക്കി വിടണം, അതിനൊന്നിനും ഞങ്ങൾക്ക് വെള്ളം കിട്ടാറില്ല. ഭയങ്കരമായ ബുദ്ധിമുട്ടാണ്. അരുൺ, ഇവർ പങ്കുവെക്കുക നമ്മൾ ഈ ദൃശ്യങ്ങൾ കണ്ടതുപോലെ തന്നെ ഇപ്പോൾ ഒരു കേസ് മിനറൽ വാട്ടർ ഇവിടെ വാങ്ങി വെച്ചിരിക്കുകയാണ്. കുടിക്കാനായിട്ട് വേണ്ടിയിട്ടാണ് ഇവർ മേടിച്ച് വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ കുട്ടികളുടെ ആവശ്യത്തിനൊന്നും ജലമില്ല എന്നുള്ളത് തന്നെയാണ് അവർ പറയുന്നത്. ഇവിടെ പ്രധാനമായും ഈ 2 വാർഡുകൾ തൊട്ടടുത്ത് നമ്മുടെ കേബ് വന്നിറങ്ങുന്ന സ്ഥലത്ത് 2 വാർഡുകളായിട്ട് തിരിയുന്നുണ്ട്. ഒന്ന് നെട്ടയം വാർഡാണ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത്. ഇവിടെ നന്ദഭാർഗവ് എന്ന് പറയുന്ന BJPയുടെ കൗൺസിലറിൻ്റെ ഏരിയയാണ്. തൊട്ടപ്പുറത്തുനിന്ന് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് തുരുത്തിമൂല എന്ന് പറയുന്ന ഒരു വാർഡാണ്. അവിടെ എന്ന് പറയുന്നത് ജയലക്ഷ്മി എന്ന് പറയുന്ന കൗൺസിലറാണ്. 2 കൗൺസിലർമാരും BJP പ്രതിനിധീകരിച്ച് കോർപ്പറേഷനിലുള്ളവരാണ്. പക്ഷേ ഈ 2 കൗൺസിലർമാരും ഇത്തരത്തിലൊരു വിഷയമുണ്ടായിട്ട് ഈ സമീപത്തോ ഇത്തരത്തിൽ ഈ വീടുകളിലോ ഒന്നും തന്നെ വന്നിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഇവിടെ ഇപ്പോൾ നമ്മൾ ഈ ദൃശ്യങ്ങൾ കണ്ടാൽ അറിയാം, ഇവിടെ ഒരു പൈപ്പുണ്ട്. ഈ പൈപ്പിലൊന്നും ഇതുവരെ വെള്ളം വന്നിട്ടില്ല എന്നാണ് അറിയുന്നത്.